നമസ്കാരം. കേരളം വിധിയെഴുതാൻ ഇനി 3 ആഴ്ചയിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. 2.77 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇന്നലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 204 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. മറ്റു വാർത്തകളുമുണ്ട്. വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരളം വിധിയെഴുതാൻ ഇനി 20 ദിവസം. പ്രചരണാവേശം കൊഴുപ്പിച്ച് 3 മുന്നണികളും. AM ആരിഫിന് വോട്ട് തേടി മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴയിൽ. പാനൂരിലെ ബോംബ് സ്ഫോടനം വടകരയിൽ രാഷ്ട്രീയായുധമാക്കാൻ UDF. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് സമാധാന സന്ദേശയാത്ര. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന നിലപാടിൽ CPM. തെരഞ്ഞെടുപ്പ് ചൂടിനിടെ CPM-നെ പ്രതിരോധത്തിലാക്കി ED. കരുവന്നൂർ കേസിൽ MM വർഗീസിനെ തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. PK ബിജുവിനും ഹാജരാകാൻ നോട്ടീസ്. SDPI പിന്തുണയിൽ വിശദീകരണവുമായി VD സതീശൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വേണ്ടെന്ന് പറയാൻ UDF-നെ കഴിയൂ. കേസ് കൊടുക്കുമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ഭയമില്ലെന്നും സതീശൻ ന്യൂസ് 18നോട്. കോൺഗ്രസിന്റെ മെഗാ റാലി ഇന്ന് ജയ്പൂരിൽ. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലെത്തിക്കുക ലക്ഷ്യം. സോണിയയും ഖർഗെയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. മോദിയുടെ റോഡ് ഷോ ഇന്ന് UP-യിൽ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി CBI. അന്വേഷണ സംഘം ഇന്ന് വയനാട്ടിലെത്തും. മൂവാറ്റുപുഴ ആൾക്കൂട്ടാക്രമണത്തിൽ അന്വേഷണം തുടരുന്നു. 10 പേർ കസ്റ്റഡിയിൽ. നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് മരിച്ചത് അരുണാചൽ സ്വദേശി. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തി. തുടർ ഭൂചലനത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തി. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകിയേക്കും. മത്സരം രാത്രി 7:30 മുതൽ ന്യൂസ് 18-ൽ തത്സമയം. IPL-ൽ ഇന്ന് ഒരു മത്സരം. ബംഗളൂരു രാജസ്ഥാനെ നേരിടും. മത്സരം രാത്രി 7:30 ജയ്പൂരിൽ. വാർത്താരംഭത്തിലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചരണം കടുപ്പിച്ച് പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP-യിലെ സഹരൻപൂരിൽ റാലിയിൽ പങ്കെടുക്കും. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജയ്പൂരിൽ ഇന്ന് കോൺഗ്രസിന്റെ റാലി നടക്കും. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ER രാകേഷ് ചേരും. രാകേഷ്, സംസ്ഥാനങ്ങൾ തോറും റാലികൾ സജീവമാണ്. കോൺഗ്രസും BJP-യും റാലിയുമായി സജീവമാണ്. എന്താണ് അവരുടെ രാഷ്ട്രീയപരമായ നീക്കം? പാർവതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഏപ്രിൽ 19-നാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഇതിന് മുന്നോടിയായി പ്രചാരണ രംഗത്ത് സജീവമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP-യിലാണുള്ളത്. UP-യിൽ പ്രധാനമായും പശ്ചിമ UP-യാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ UP-യിലെ
8 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക. സഹറൻപൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. സഹറൻപൂർ, കൈരാന, മുസഫർ നഗർ, ബിജ്നോർ, നാഗിന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിത്ത് ഇങ്ങനെ 8 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുള്ളത് സഹറൻപൂരിലാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് സഹറൻപൂർ. അവിടെയാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി. ഏതാണ്ട് 9:30 ആദ്യ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ സഹറൻപൂർ റാലിയിൽ സഹറൻപൂരിലെ സ്ഥാനാർത്ഥിക്ക് പുറമെ കൈരാന മണ്ഡലത്തെ സ്ഥാനാർത്ഥിയും പങ്കെടുക്കും. ഇരുവർക്കും വോട്ട് ചോദിച്ചാണ് പ്രധാനമന്ത്രി ഇന്ന് സഹറൻപൂരിൽ റാലിയിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗാസിയാബാദിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. ഗാസിയാബാദിൽ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അതുൽ ഗാർഗാണ് സ്ഥാനാർത്ഥി. നേരത്തെ ജനറൽ VK സിംഗ് ആണ് ഇവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്തവണ അദ്ദേഹം മത്സരരംഗത്തില്ല. അതുൽ ഗാർഗിനെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ പശ്ചിമ UP-യിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്കുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ വിജയം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന അല്ലെങ്കിൽ അനുകൂലമാകുന്ന പശ്ചിമ UP-യിലെ അനുകൂലമാകുന്ന പ്രധാനപ്പെട്ട ഘടകം ജാട്ട് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RLD NDAക്കൊപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ കൂടി ഒപ്പത്തോടുകൂടി കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ വലിയ മുന്നേറ്റം ആ മേഖലയിൽ നടത്താൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇന്നലെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ചില പ്രഖ്യാപനങ്ങൾ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഊന്നിക്കൊണ്ട് 5 തൂണുകൾ എന്നാണ് നീതിയുടെ 5 തൂണുകൾ എന്നാണ് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ഏതായാലും ആ പ്രകടന പത്രിക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ജയ്പൂരിൽ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. ജയ്പൂരിൽ ആദ്യ റാലി ജയ്പൂരിൽ നിശ്ചയിക്കാനും ഒരു കാരണമുണ്ട്. കാരണം രാജസ്ഥാനിൽ ആദ്യ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് ആദ്യഘട്ടം ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ 12 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷം ഏപ്രിൽ 26 കേരളത്തിന് ഒപ്പം രണ്ടാം ഘട്ടത്തിൽ 13 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. ഇന്ന് നടക്കുന്ന റാലിയിൽ ഏതായാലും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏതായാലും ലക്ഷ്യം. പാർവതി. രാകേഷ്, മറ്റൊരു കാര്യം, പ്രകടന പത്രികയിലും CAA വിഷയത്തിൽ കോൺഗ്രസ് മൗനം തുടരുകയാണ്. പ്രകടന പത്രികയിൽ CAA കുറിച്ച് ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാര്യം പത്രികയിൽ ഇല്ല. എന്താണ് ഇതേക്കുറിച്ച് വിവരങ്ങൾ? പൗരത്വ ഭേദഗതി നിയമം പ്രത്യേകിച്ച് അത് വിജ്ഞാപനം ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കേന്ദ്ര സർക്കാർ അത്തരമൊരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം അത് വലിയ ചർച്ചയായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനമായ അസമിലടക്കം ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഏതായാലും CAA നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തലയോലപ്പറമ്പിലെ റാലിയിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഈ വിഷയത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റാലിയിലൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ല, കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇന്നലെ തലയോലപ്പറമ്പിൽ റാലിയിൽ സൂചിപ്പിച്ച കാര്യം രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുമ്പോഴെങ്കിൽ പോലും ഈ വിഷയത്തിൽ മൗനം വെടിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. ഇതിൽ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. പക്ഷേ CAA എന്ന വാക്ക് എവിടെയും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്വാഭാവികമായും അത് CPM അടക്കമുള്ള കക്ഷികൾ ഇന്ന് ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആലപ്പുഴയിൽ. ആ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റൊന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ NDA സർക്കാർ, മോദി സർക്കാർ, രണ്ടാം മോദി സർക്കാരാണ് അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ 2019 ജമ്മു കശ്മീർ ഉണ്ടായിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയത്. പക്ഷേ അതേക്കുറിച്ചൊന്നും തന്നെ ഈ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ല. സ്വാഭാവികമായും ആ വിഷയങ്ങളും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും CAA ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചയാക്കിയിരുന്നു. ഇടതുമുന്നണി വലിയ ആയുധമാക്കിയിരുന്നു. അപ്പോൾ CAA വിഷയം വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന്റെ മുഖ്യ വിഷയമാകാൻ തന്നെയാണ് സാധ്യത. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു പ്രചാരണം. ഇന്നും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ CAA പരാമർശിക്കാത്തത് ആയുധമാക്കാൻ തന്നെയാണ് സാധ്യത. പാർവതി. രാകേഷ്, മറ്റൊരു കാര്യം, നേരത്തെ തന്നെ കോൺഗ്രസിന് CAAയോട് മൃദു സമീപനമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ CPM അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാക്കി ഏത് തരത്തിലായിരിക്കും ഇത് ആയുധമാക്കുക?
CAA തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമാണ് പാർവതി. കാരണം നേരത്തെ തന്നെ ഈ CAA 2020 കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് പ്രമേയം പാസാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അന്ന് കേരള നിയമസഭ ഒറ്റക്കെട്ടായാണ് ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയത്. അതിനുശേഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം കേന്ദ്രം ഈ വിഷയം വിജ്ഞാപനം ചെയ്തപ്പോൾ, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വിജ്ഞാപനം വരുന്നത്, ഈ വിജ്ഞാപനം ചെയ്തപ്പോൾ പോലും അത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വന്തം നിലയ്ക്കും കോടതിയെ സമീപിച്ചിരുന്നു. DYFI അടക്കമുള്ള സംഘടനകളും മുസ്ലിം ലീഗും പോയി. അപ്പോൾ ഒരു സജീവ രാഷ്ട്രീയ വിഷയമാണ് CAA എല്ലാ കാലത്തും കേരളത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കൂടി ഭാഗമായ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ പാർട്ടിയുടെ പ്രകടന പത്രികയിലാണ് CAA എന്ന വാക്ക്, അല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമെന്ന് സൂചിപ്പിക്കാത്ത എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. സ്വാഭാവികമായും ഈ വിഷയം ഇന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിലടക്കം പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിന് തലക്കെട്ട് തന്നെ CAA ഇല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ഇതിൽ CAA നിയമത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, വാസ്തവത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഈ ചർച്ച സംഘടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് 40 സീറ്റ് നേടി പ്രതിപക്ഷത്ത് പോലും എത്താൻ പോകുന്നില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടണമെങ്കിൽ പോലും 54 സീറ്റ് വേണം. ആ സീറ്റ് പോലും ലഭിക്കുമോ എന്നുള്ളൊരു ഉറപ്പ്, ഒന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസിലില്ല. ഈ പ്രകടന പത്രിക എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ ഒരു ഔപചാരികതയ്ക്ക് അപ്പുറം കോൺഗ്രസിന് എന്തെങ്കിലും പ്രാധാന്യം ആ പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള, ആധുനിക ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ യുവതലമുറയുടെ ആസ്പിറേഷൻസ് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയോ ഒരു മിഷനോ. ശരി, ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ ഉണ്ട്. ശ്രീ അനിൽകുമാർ, CPM വ്യക്തമായ പൗരത്വ നിയമ ഭേദഗതിയിൽ CPM വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യം അത് സംബന്ധിച്ച് കേരളത്തിലെമ്പാടും റാലികൾ അടക്കമുള്ളവ സംഘടിപ്പിക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. താങ്കൾ എന്താണ് കരുതുന്നത്? ഇവിടെ BJPയുടെ പ്രതിനിധി സംസാരിച്ചപ്പോ BJP ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് കേട്ടത്. കേരളത്തിലെ 2 അക്കം കടക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കേരളത്തിന് 10 സീറ്റ് കിട്ടുമെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് 400 സീറ്റ് എന്നാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം. അപ്പൊ കേരളത്തിലെ 10ന്റെ അവസ്ഥ എന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അവകാശവാദങ്ങളിൽ ഒരു വസ്തുതയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോലീസ് വരുമ്പോ പട്ടിയെ അഴിച്ചുവിട്ടിട്ട് പോലീസിനെ തടയാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥയിലാണ് 10 കൊല്ലക്കാലം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അധികാരം വിട്ടൊഴിയേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് EDയെ പോലുള്ള അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് എല്ലാവരെയും വേട്ടയാടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ നല്ല വിജയസാധ്യത വന്നിരിക്കുന്നു. ആ മുന്നണിയുടെ പൊതുമിനിമം പരിപാടി അടിസ്ഥാനത്തിലായിരിക്കും ആ മുന്നണി പ്രവർത്തിക്കുക. ആ പൊതുമിനിമം പരിപാടിയെ നയിക്കാനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. CAA വിഷയത്തിലാണെങ്കിലും കോമൺ സിവിൽ കോഡ് വിഷയത്തിലാണെങ്കിലും കോൺഗ്രസ് അറച്ചു നിൽക്കുന്ന കോൺഗ്രസിനോട് ഒരു കാരണവശാലും നിങ്ങൾ അറച്ചു നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അറച്ചു നിൽക്കേണ്ടി വരുന്നത് എന്താണ്? BJPയും കോൺഗ്രസും തമ്മിലുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലെ കോൺഗ്രസിന്റെ വീഴ്ചയുടെ ഭാഗമായി മൃദുഹിന്ദുത്വത്തിലേക്ക് കോൺഗ്രസ് താഴ്ന്നു പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള അപജയങ്ങളാണ് സംഭവിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്. പൊതുമിനിമം പരിപാടിയോടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനാകും എന്നുള്ളതാണ് 2004 ഇടതുപക്ഷം തെളിയിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രത്യയശാസ്ത്ര ശൂന്യത ഇടതുപക്ഷം നികത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. ഇപ്പോൾ സന്ദീപ് വാര്യർ തുടരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഈ വിഷയം ഉന്നയിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, കോൺഗ്രസ് ഈ പ്രകടന പത്രികയ്ക്ക് അത്രമാത്രം സീരിയസ്നെസ്സും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്രമാത്രം ഗൗരവം കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിലെത്താൻ പോകുന്നില്ല. ഇപ്പോ CPM പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്.
CPM-ന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിക്കും, അവിടെ സ്വയംഭരണാവകാശം കൊടുക്കും, CAA പിൻവലിക്കും. CPM എത്ര സീറ്റ് മത്സരിക്കുന്നുണ്ട്? CPM എത്ര സീറ്റ് ജയിക്കാൻ പോകുന്നുണ്ട്? പരമാവധി പോയാൽ ഒരു കൈവിരലിൽ എണ്ണാവുന്ന അത്ര സീറ്റിൽ മാത്രം MP-മാർ ഉണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടി, അതുപോലും ഉണ്ടാകുമോ എന്ന് സംശയമുള്ള ഒരു പാർട്ടി, ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ എത്തുമോ എന്ന് സംശയമുള്ള ഒരു പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അത്രമാത്രം ഗൗരവമേ അർഹിക്കുന്നുള്ളൂ. ഇതിന് അനാവശ്യമായിട്ട് ഒരു ഗൗരവം കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. 2, CAA പിൻവലിക്കും എന്ന് പറഞ്ഞാൽ അത് പറയുന്നയാൾക്ക് എന്തെങ്കിലും വിവരം വേണ്ട. ഇത് കേൾക്കുന്നയാൾക്ക് കോമൺ സെൻസ് ഉണ്ട്, അത് മനസ്സിലാക്കണ്ടേ. CAA എന്താ? CAA ഒരു 1 ടൈം പാസ് മാത്രമാണ്. 2014 ഡിസംബർ 31 വരെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളിൽ മതപീഡനം അനുഭവിച്ചതിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള 1 ടൈം പാസ് ആണ്. 2014 ഡിസംബർ 31 ശേഷം വന്നവർക്ക് അത് ആപ്ലിക്കബിൾ അല്ല. നിലവിൽ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് അതിന്റെ പ്രൊസീജിയർ തുടങ്ങി അവർക്ക് പൗരത്വം കൊടുക്കുകയാണ്. ഇനി അത് റിവോക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ CAA പിൻവലിക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വെറുതെ ആളുകളുടെ CAA എന്താണെന്ന് ചുക്കും ചുണ്ണാമ്പോ അറിയാത്ത കുറെ വിഡ്ഢികളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് CAA പിൻവലിക്കുന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം പാചകസത്തിനപ്പുറം അത് പിൻവലിച്ചത് കൊണ്ടൊരു ഗുണവുമില്ല, പിൻവലിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഇവർക്ക് പിൻവലിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല, ഇവർ അധികാരത്തിലെത്താൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ജനിക്കാത്ത കുട്ടിയുടെ ജാതകം എഴുതിക്കൊണ്ടിരിക്കുന്നത്? ശരി, വ്യക്തമാണ്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA കുറിച്ച് പരാമർശമില്ല. ഏത് തരത്തിലായിരിക്കും സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ പോകുന്നത്? പാർവതി, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ AICC ആസ്ഥാനത്ത് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ചുള്ള ചോദ്യം KC വേണുഗോപാലിനോട് മാധ്യമങ്ങൾ ആരാഞ്ഞിരുന്നു. CAA പരാമർശിക്കാത്തത് ആരാഞ്ഞിരുന്നു. അപ്പോൾ അതിൽ KC വേണുഗോപാൽ സൂചിപ്പിച്ച അതിന് നൽകിയ മറുപടി CAA കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്നായിരുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് സംസ്ഥാനത്ത് ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ലീഗും ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ലീഗ് പലപ്പോഴും CPM ലീഗിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നായിരുന്നു CPM അടക്കമുള്ള കക്ഷികളുടെ ആക്ഷേപമായി അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ CAA അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിക്കാത്തത് ലീഗിന് കൂടി അതിനകത്ത് മറുപടി നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല, ലീഗിന് കൂടി ഈ വിഷയത്തിൽ സ്വാഭാവികമായും ലീഗ് നേതാക്കൾ കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. ഏതായാലും CPM അടക്കമുള്ള പാർട്ടികൾ LDF പ്രത്യേകിച്ച് വലിയ ചർച്ചയാക്കും എന്ന കാര്യത്തിൽ, ഈ വിഷയം ചർച്ചയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ റാലി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ റാലിയിലും അദ്ദേഹം പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ്. അതിൽ കോൺഗ്രസിനെ, സംസ്ഥാനത്തെ നേതാക്കളെയും ദേശീയ തലത്തിൽ മാത്രമല്ല രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം കടന്നാക്രമിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പത്രിക പുറത്തിറക്കുന്ന തൊട്ടു മുമ്പ് നടത്തിയ പൊതുയോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ എങ്കിൽ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കരുതി, പക്ഷെ അതുണ്ടായില്ല എന്ന വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നേതായാലും റാലിയല്ല, അദ്ദേഹം 9:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പാർവതി. ശരി, കോൺഗ്രസ് പ്രകടന പത്രികയിൽ CAA കുറിച്ച് പരാമർശമില്ല. വിവരങ്ങൾ നൽകിയത് ER രാകേഷ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 20 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് 3 മുന്നണികളും പ്രചരണ ആവേശത്തിലുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫിന് വോട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്. ചേർത്തലയിലാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ പാതിരപ്പള്ളിയിലും കായംകുളത്തും മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ശരണ്യ സ്നേഹജനുണ്ട് ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ സമ്മേളനം? വിവരങ്ങൾ. പാർവതി, കടുത്ത മത്സരം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം നിലനിർത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ AM ആരിഫിന് വേണ്ടിയുള്ള പ്രചരണത്തിനായാണ് ഇന്ന് മുഖ്യമന്ത്രി എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 9:00 മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ആദ്യ പരിപാടി മുഹമ്മ പുത്തനമ്പലത്താണ്. പുത്തനമ്പലത്തെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ശേഷം പിന്നീട് അദ്ദേഹം എത്തുക 3:30 ആലപ്പുഴ പാതിരപ്പള്ളിയാണ്. പാതിരപ്പള്ളി ക്യാമറോഡ് കൺവെൻഷൻ സെന്ററിന് സമീപമാണ് എത്തുക. വൈകിട്ട് 5:30 കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിലും മുഖ്യമന്ത്രി പ്രസംഗിക്കും. 2 ദിവസങ്ങളിലായാണ് ആലപ്പുഴ ജില്ലയിലെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഇന്ന് AM ആരിഫിന് വേണ്ടി ആലപ്പുഴ മണ്ഡലത്തിന്റെ പ്രചരണത്തിന്, ഒപ്പം തന്നെ നാളെ മാവേലിക്കര മണ്ഡലത്തിലുമാണ് അദ്ദേഹം P. അരുൺകുമാറിന്റെ പ്രചരണാർത്ഥം എത്തുക. വൈകിട്ട് 4-ന് ചെന്നിത്തല മഹാത്മാ സ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന യോഗത്തിലും നാളെ മുഖ്യമന്ത്രി പ്രസംഗിക്കും. പാർവതി. ശരി,
ശരണ്യ. കണ്ണൂർ പാനൂരിലെ സ്ഫോടനം വടകര മണ്ഡലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ UDF. ബോംബ് രാഷ്ട്രീയത്തിനെതിരെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര നടത്തുകയാണ്. ഇന്നലെയാണ് പാനൂർ സ്വദേശിയായ ഷെറിൻ കൊല്ലപ്പെട്ടത്. എന്നാൽ ബോംബ് നിർമ്മിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് CPMന്റെ വിശദീകരണം. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരും. അനീഷ്, പാനൂരിലെ സ്ഫോടനങ്ങളിൽ CPMനെ പ്രതിരോധത്തിലാവുകയാണ്. UDF അടക്കമുള്ള മുന്നണികൾ ഇത് രാഷ്ട്രീയ ആയുധവുമാക്കുന്നു. എങ്ങനെ പ്രതിരോധിക്കും പാർട്ടി? പാർവതി, നേരത്തെ തന്നെ വടകര തെരഞ്ഞെടുപ്പിൽ അക്രമ രാഷ്ട്രീയം ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കും എന്ന് പറഞ്ഞു തന്നെയാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തെത്തിയത്. TP ചന്ദ്രശേഖരൻ വധം നടന്ന ശേഷവും ആ വധത്തിൽ നിന്ന് ആ പാഠം ഉൾക്കൊള്ളാൻ CPM തയ്യാറാവുന്നില്ല എന്ന ആരോപണമാണ് UDF മുന്നോട്ട് വെച്ചത്. ഒപ്പം കൊലയാളികളെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും CPM തയ്യാറാവുന്നില്ല. പുറത്ത് തള്ളിപ്പറയുമ്പോഴും ഈ കൊലയാളികൾക്ക് പൂർണ്ണമായും പരിചയം ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് CPM ചെയ്യുന്നതെന്നും ആരോപിച്ചിരുന്നു. ഇത്തരം ആരോപണവുമായി ഒരു വശത്ത് അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂന്നി മുന്നോട്ട് പോകുന്നതിനിടെയാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുകയും CPM പ്രവർത്തകനായ യുവാവ് മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. കാരണം പാനൂർ മേഖലയിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. ഈ മേഖലകളിൽ സ്ഥാനാർത്ഥി പര്യടനം വരാനിരിക്കെയാണ് ഇത്തരമൊരു ബോംബ് സ്ഫോടനം നടക്കുന്നത്, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഈ ഷെറിൻ എന്ന യുവാവ് മരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്? രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുക, അല്ലെങ്കിൽ അത്തരം പ്രതിയോഗികളെ നേരിടുക എന്ന ലക്ഷ്യം വെച്ചാണോ CPM ഇത്തരം കൃത്യം നടത്തിയത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം ഈ മരിച്ച ഷെറിൻ ഈ KK ശൈലജ ടീച്ചറോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ UDF പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് CPMനോട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആളാണ് ഈ മരിച്ചയാളും. ഒപ്പം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനീഷ് അടക്കമുള്ള ആളുകളും എന്ന് UDF ആരോപിക്കുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമാധാന സന്ദേശ യാത്ര പാനൂരിൽ നടത്തുന്നതിന് ഷാഫി പറമ്പിൽ തീരുമാനിക്കുകയും ആ യാത്ര തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. ആ പ്രവർത്തകർ ഏതാണ്ട് സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഷാഫി പറമ്പിൽ എത്തുകയും ഈ യാത്ര ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഒരു വശത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാനൂർ കൈവേലിക്കൽ സ്വദേശിയായ അരുൺ എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ ആയിട്ടുണ്ട്. ഒപ്പം ഈ സംഭവത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ അടക്കം കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തും എന്നാണ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിൽ എക്സ്പ്ലോസീവ് ആക്ട് 3-5 വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ അപകടം നടന്ന, അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി നടന്ന കെട്ടിടത്തിന്റെ സമീപത്തു നിന്നും ഈ ബോംബിന്റെ ചില അവശിഷ്ടങ്ങൾ, പൊട്ടാത്ത ഏതാനും നാടൻ ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഈ പ്രതി CPM ആണ് എന്നാണ് പ്രാദേശിക തലത്തിൽ അറിയാൻ കഴിയുന്നെങ്കിലും പ്രതിയുടെ CPM സാന്നിധ്യം ഈ CPM നിഷേധിക്കുന്നു. CPMകാരെ മറിച്ചതിനടക്കം ഈ ഷെറിനും വിനീഷിനും അടക്കം നിരവധി കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് പാർട്ടിയുമായി നിലവിൽ സഹകരിക്കുന്ന ആളുകളല്ല. സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെയോ CPMന്റെയോ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവരെല്ലാവരും CPM പ്രവർത്തകർ അല്ല എന്നും അവർ പറയുന്നു. എന്തായാലും വലിയ ക്ഷീണമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPMന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പ്രാദേശിക നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വങ്ങളൊക്കെ ഇതിനകം തന്നെ CPMനെതിരെയും സ്ഥാനാർത്ഥിക്കെതിരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ലഭിച്ച ഒരു ആയുധമെന്ന് തന്നെ വേണമെങ്കിൽ UDFനെ സ്ഫോടനത്തെ തുടർന്നുണ്ടായ മരണത്തെ നമുക്ക് കരുതേണ്ടി വരും. അത് കൃത്യമായി തന്നെ മുതലെടുക്കാൻ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഊന്നി അക്രമ രാഷ്ട്രീയം വീണ്ടും വടകര മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തീരുമാനം. പാർവതി. ശരി, പാനൂരിലെ സ്ഫോടനം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ. തെരഞ്ഞെടുപ്പിനിടെ CPMനെ പ്രതിരോധത്തിലാക്കി കരുവന്നൂർ കേസിലെ ED അന്വേഷണം. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ചയും തുടരും. ഇന്നലെ 12 മണിക്കൂറോളമാണ് EDയും ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്തത്. MM വർഗീസിന്റെ ഫോണും പിടിച്ചെടുത്തു. തിങ്കളാഴ്ച PK ബിജുവിനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരും. ഡാനി, തിങ്കളാഴ്ച MM വർഗീസിനെയും ഒപ്പം PK ബിജുവിനെയും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ടോ? വിവരങ്ങൾ.
പാർവതി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫേസിലേക്ക് വരുമ്പോൾ കൂടുതലായും തന്നെ CPM നേതാക്കളെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ PK ബിജുവുണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉണ്ട്, ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭാ കൗൺസിൽ അംഗവുമായ PK ഷാജനുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം തന്നെ തുടർ ചോദ്യം ചെയ്യലുകളാണ് ഈ ദിവസങ്ങളിലേക്ക് നടന്നിരിക്കുന്നത്. അത് പ്രധാനമായും തന്നെ PK ബിജുവിൻ്റെ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം. കരുവന്നൂർ ബാങ്കിൽ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച പാർട്ടി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ PK ബിജു ആയിരുന്നു. അത് സംബന്ധിയായ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അത് കൈമാറിയിരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പലരെ മൊഴികളിൽ തന്നെയും PK ബിജുവിനെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ള ഒരു കാര്യവും തന്നെ നിലനിൽക്കുന്നു. ഒപ്പം ഇതിൽ ഒരു ഇടപാടുകാരനായ ജിജോറിൻ്റെ മൊഴിയിലും PK ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദീകരണം തേടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. നേരത്തെ MM വർഗീസ് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവ് നേടിയെങ്കിലും പിന്നീട് വീണ്ടും ED തന്നെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അദ്ദേഹം ഹാജരായി എന്നതാണ്. ഒപ്പം തന്നെ PK ബിജുവും കൃത്യമായി തന്നെ ഹാജരാകുകയും ചെയ്തു. PK ഷാജനും ഹാജരായിരിക്കുന്നു. ഇവരെല്ലാം ആദ്യഘട്ട ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയായിരുന്നു. ഇന്നലെ വളരെ വൈകിയാണ് 11 മണിയോളം എടുത്തിരുന്നു. രാത്രി 11 മണിയോടെയാണ് MM വർഗീസിനെയും PK ഷാജനെയും വിട്ടയക്കുകയും ചെയ്തത്. ഇവരോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. PK ബിജുവിനോടും തിങ്കളാഴ്ച ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടു പേരും ഒരേ സമയം തന്നെ ED ഓഫീസിൽ ഉണ്ടാകും എന്നതാണ് നിലവിലത്തെ ഒരു സൂചനകളനുസരിച്ച് മനസ്സിലാകുന്നത്. അവർ ഈ നിർദ്ദേശം അനുസരിച്ച് എത്തുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ പാർവതി ചോദിച്ചതുപോലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ചിരുത്തി ഇത് സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരണം തേടുകയെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇതിൽ ആദായ നികുതി വകുപ്പിൻ്റെയും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഈ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഈ ഇടപാടുകൾ ഉണ്ടായിരുന്ന ബാങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് 3 കോടിയിലധികം രൂപ അതിൽ ഈ അക്കൗണ്ടിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് CPM സമർപ്പിച്ച റിട്ടേണുകളിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ അക്കൗണ്ടുകൾ വന്നിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് ബാങ്കിലേക്ക് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചെല്ലുകയും അവിടേക്ക് ഇവിടെ ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് MM വർഗീസിന് ഇവിടെ കൊച്ചിയിലെ ED ഓഫീസിലെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ താൽക്കാലികമായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന വിശദീകരണം. ഡാനി, മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് പാർട്ടി റിപ്പോർട്ട് EDക്ക് ചോർത്തി നൽകിയെന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നില്ലേ? എന്താണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പാർവതി, ഈ ഒരു ഘട്ടത്തിൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുന്ന രീതിയിലേക്ക് കരുവന്നൂർ കേസ് മുഴുവനായി തന്നെ മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയിലേക്ക് ഇത് സംബന്ധിയായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ 2 കമ്മിറ്റികളിലും തന്നെയും ഈ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. സെക്രട്ടേറിയറ്റിൽ 10 പേരുടെ പക്കലേക്ക് ഈ ഒരു റിപ്പോർട്ട് എത്തിയിരുന്നു. പിന്നീട് ഇത് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള 2 പേരായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് ഈ റിപ്പോർട്ട് ചോർന്ന് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ളൊരു സംശയം പാർട്ടിയിൽ ബലപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ കൂടുതൽ നേതാക്കളെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. വിശദാംശങ്ങൾ നൽകിയത് ഡാനി പോൾ. ഇടവേള. വാർത്താരംഭത്തിലേക്ക് വീണ്ടും. UDFനുള്ള SDPI പിന്തുണയെക്കുറിച്ച് ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ലെന്ന്
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ന്യൂസ് 18നോട്. മലയാളം മനസ്സിലാക്കുന്നവർക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വേണ്ടെന്ന് പറയാൻ UDF-ന് മാത്രമേ കഴിയൂ. കേസ് കൊടുക്കുമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ഭയമില്ലെന്നും സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു വലിയ ചൂടിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. അന്തരീക്ഷം പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഓടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നമുക്കൊപ്പം ചേരുന്നു. എന്താണ് പൊതുവിലുള്ളൊരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത്? അല്ല, വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം രണ്ട് സർക്കാരുകൾക്കും എതിരായിട്ടുള്ള, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും അമർഷവും രോഷവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. രണ്ട്, ദേശീയ തലത്തിൽ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ, ഈ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന് മതേതര കേരളം ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു മാറ്റമുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായി UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ട്രെൻഡ് ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 ഈ പ്രാവശ്യം ആ നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിച്ച് 20-ൽ 20 സീറ്റും ജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രചാരണത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് ഈ SDPI വോട്ട് വാഗ്ദാനം ചെയ്യുന്നു. അത് വളരെ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കാൻ മറ്റാർക്കെങ്കിലും ആർജവം ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നു. ഈ വിവാദം അത് ഒരു അവസാനിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയിൽ വ്യക്തതയില്ല എന്നാണ് കുറച്ചു സമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അവർക്ക് മലയാളം ശരിക്കും അറിയില്ല കേട്ടാണ്, മനസ്സിലായില്ലെങ്കിൽ. ആ 4 വാചകം വളരെ കൃത്യമായ വാചകമാണ്. ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഒരു തരത്തിലും സമരസപ്പെടില്ല. UDF-ഉം കോൺഗ്രസും അതിനെ ശക്തിയായി എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ UDF സ്വീകരിക്കില്ല. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് SDPI നൽകിയ പിന്തുണയെയും ഞങ്ങൾ സമീപിക്കുന്നത്. അതായത് സ്വീകരിക്കില്ല. അതിനേക്കാൾ പിന്നെ മലയാളം ഏത് വാക്കാണെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞുതരാൻ പറ. അതിനേക്കാൾ നല്ലൊരു വാചകം ഗോവിന്ദ മാഷ് പറഞ്ഞുതരാൻ പറ. ഇവര് വിചാരിച്ചത് ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണ കൊടുത്താൽ ഇവരൊക്കെ ഇതിന്റെ പുറകെ നടക്കുന്ന ആളാണ്. ഈ ഗോവിന്ദ മാഷിന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയൊക്കെ ഇത്തരം ആളുകളുടെ പുറകെ നടന്ന് ചോദിക്കുന്ന ആളല്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. ഞങ്ങൾ പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതുപോലത്തെ ഒരു ധീരമായ തീരുമാനം പറഞ്ഞിട്ടില്ല. ധീരമായ തീരുമാനം ഞങ്ങൾ ആദ്യം പറഞ്ഞു. ഞങ്ങൾ അവരായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, അവരുമായിട്ട് ധാരണ നടത്തിയിട്ടില്ല. അവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആലോചിച്ച് പറയും. ഒറ്റയ്ക്ക് ഞാൻ പറയാൻ പാടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന്റെ ലീഗിന് അതൃപ്തി, കേരള കോൺഗ്രസ് അനിഷ്ടം, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് വെറുതെ വാർത്ത കൊടുത്തേനെ. അതൊന്നും ഞങ്ങളെ കിട്ടില്ല. ഇനി ഞങ്ങൾ 3ാമത്തെ ദിവസം ഞങ്ങൾ പല സ്ഥലത്ത് കേരളത്തിലെ പല ജില്ലകളിൽ പ്രചരണം നടത്തുന്ന ആളുകളാണ്. രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് ഞങ്ങൾ എല്ലാവരും വയനാട്ടിൽ 3ാമത്തെ ദിവസം ഒത്തുചേർന്ന് 4ാമത്തെ ദിവസം ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അപ്പോ സ്വന്തം വോട്ട് ദാനം ചെയ്ത് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം അട്ടിമറിച്ച് BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതാണ് കോൺഗ്രസ്, UDF. ഇതൊന്നും ഞങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക ഇനിയൊരു അവസരം, തുടർ ഭരണത്തിലുള്ള അവസരം BJPക്ക് ഇല്ലാതിരിക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP വിരുദ്ധമായ ഒരു പൊതുവേദി അഖിലേന്ത്യാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിൽ സജീവമായി തന്നെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ
ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തില് 20 മണ്ഡലങ്ങളാണ്. ഈ 20 ഒന്നിൽ പോലും BJP ജയിക്കില്ല. മാത്രമല്ല ഈ 20-ൽ BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. ഇതാണ് നാം കാണേണ്ടത്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല. രാഷ്ട്രത്തിനും ജനതയ്ക്കും നേരെ സംഘപരിവാർ ഉയർത്തുന്ന നിരവധി ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ നെഞ്ചുവിരിച്ച് എതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ട്. BJPയെയും സഖ്യകക്ഷികളെയും തോൽപ്പിക്കുക എന്നതാണ് ആ പ്രകടന പത്രികയുടെ പ്രധാന ഊന്നൽ. ലോക്സഭയിലെ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ബദൽ മതനിരപേക്ഷ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടി ഉറപ്പുവരുത്തുമെന്നാണ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം. ഇവിടെ കാണേണ്ടത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഇന്ത്യ എന്ന ആശയത്തിനു മേൽ സംഘപരിവാർ അവരുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നതിൽ സംശയമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണ് പൗരത്വ ഭേദഗതി നിയമം. ഞാൻ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പ് CPI മാനിഫെസ്റ്റോ നൽകുന്നു. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. രാജ്യം നേരിടുന്ന ഗൗരവമായ ഒരു വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന കുറ്റകരമായ മൗനം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. ഇത് പറയാതിരിക്കുന്നത് ആലോചിച്ചുറപ്പിച്ച അവരുടെ തീരുമാനമാണ് എന്ന് ഈ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയതോടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ഈ വർഗീയ
വിഭജന നിയമം റദ്ദീവെന്ന് പറയാൻ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മറുപടി എന്തായിരുന്നു? എല്ലാം പ്രകടന പത്രികയിൽ പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുകൂടി ആ നേതാവ് വിശദീകരിക്കുന്നതായി. ഒരു വലിയ ജനസമൂഹമാകെ, അത് കോടാനുകോടി ജനങ്ങളാണ്, ആശങ്കയിൽ കഴിയുന്ന ഒരു വിഷയമാണിത്. ആ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് അവരിറക്കുന്ന മാനിഫെസ്റ്റോയിൽ ഒന്നും പറയാനില്ല. ഇത് എങ്ങനെയാണ് രാജ്യം മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്നെല്ലാം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതായി കേൾക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിൽ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധം കോൺഗ്രസിന് എങ്ങനെയാണ് വരുന്നത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിലപാടായിരുന്നു ഇത് എന്നല്ലേ പ്രകടന പത്രിക വ്യക്തമാക്കുന്നത്? പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് BJP ഗവൺമെന്റാണ്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. എങ്ങനെയാണ് ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ടായി? അതല്ലേ പ്രശ്നം. സാധാരണഗതിയിൽ എല്ലാവരും ഒന്നിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ലേ പൗരത്വം? CA വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CA വിഷയം പരാമർശിക്കാത്തതിൽ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസ് BJPയുമായി സമരസപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. ഇപ്പോൾ വ്യക്തമായി കോൺഗ്രസിന്റെ അജണ്ടയിൽ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റദ്ദാക്കൽ മാത്രമല്ല ഒരു കാര്യവും അവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് പരസ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അല്ലെങ്കിൽ അതിന്റെ വാർത്ത കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട ഒരു ദിവസമാണ് ഇന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പച്ചയായിട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞ വാർത്ത വന്ന ദിവസം കൂടിയാണ്. പ്രതിപക്ഷ നേതാവും ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന MM ഹോസനും ചേർന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വരാൻ സാധ്യതയുള്ള അപകടത്തെ മനസ്സിലാക്കി അവർ കൊടി ഉപേക്ഷിച്ചതുപോലെ തന്നെ ഈ SDPയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ പറഞ്ഞെങ്കിലും അപ്പോഴും പറഞ്ഞു വോട്ട് വേണം എന്ന്. KPCC പ്രസിഡന്റ് യാതൊരു മറയില്ലാതെ പറഞ്ഞു SDP ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് വേണ്ടണം എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രഹസ്യ അജണ്ട അവർ കൈകാര്യം ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഈ ബാനർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഒരു ആരോപണം
CPM വലിയ അക്രമത്തിന് ഗൂഢാലോചന നടത്തി അതിന്റെ ഷാഫി പറമ്പിലിന്റെ ഷൂട്ടിംഗ് സന്ദേശയാത്ര അവിടെ നടത്തുന്നു. അതാ ഞാൻ പറഞ്ഞത്, സന്ദേശയാത്ര നടത്തി. അതിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്റ്റണ്ടാണ്. ഞങ്ങൾ കൃത്യമായിട്ടൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് 22-ാം പാർട്ടി കോൺഗ്രസ്, 23 കഴിഞ്ഞ് 24-ാം പാർട്ടി കോൺഗ്രസ്സാണ് ഇനി പോകേണ്ടത്. 22-ാം പാർട്ടി കോൺഗ്രസ് തൃശ്ശൂരിൽ സമാപിച്ചപ്പോൾ ആ സമാപന സമ്മേളനത്തിൽ CPIMന്റെ അന്നത്തെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ നികുതി വെട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ എറണാകുളം ACJM കോടതി നടപടി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇത്തരം തിരിച്ചടികൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ മുഖ്യമന്ത്രിക്കും കൂടെയുള്ളവർക്കും ഏതെങ്കിലും ഒരാളെ തെരഞ്ഞെടുപ്പിൽ നിർത്താൻ കഴിയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. വാഹന രജിസ്ട്രേഷൻ കോടതി വിധി എങ്ങനെ? അത് കോടതിയല്ല, കോടതി പറയും. തുടർ നടപടി അത് അങ്ങേയറ്റം വരെ തന്നെ. ഏതാ കേസ് തള്ളാനാവില്ല എന്നല്ലേ കോടതി പറഞ്ഞത്, ACJM കോടതി പറഞ്ഞത്. അതെ, അതുമായി മുന്നോട്ട് പോകും. പിന്നെ അത് പോരാട്ടം തന്നെയാണ്. എന്തിനു ബാധിക്കണം? അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങേരുടെ ഏതെങ്കിലും ഒരാളെ നിർത്താൻ പറ്റുമോ കേരളത്തിൽ? പറ്റുമോ? ഇലക്ഷന്റെ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് അത് തന്നെയാണ് ഉദ്ദേശം അവർക്ക്, അത്രയേ ഉള്ളൂ. എല്ലാ കേസുകളും അങ്ങനെയാണ്. കരുവന്നൂര് നടന്നതിനും കൊടുത്തില്ലേ കേസ്, അതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല. അതാണൊരു ഉത്തരവാദിത്വമുള്ള പൗരൻ. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല. അത് കോടതിയാണ്. നികുതി വെട്ടിപ്പ് സംഭവം നടത്തില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചത്. ഞാൻ അതുപോലും പറയാൻ പാടില്ല. അത് കോടതി പറയും. കോടതി പറയട്ടെ. കോടതി അത് തന്നെയാണ് പറയാൻ പോകുന്നത്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. ഇടവേള. ഗോപുനന്ദിലെത്തി മാറ്റി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം ഇന്ന് വയനാട്ടിലെത്തിയേക്കും. ഇന്നലെ കണ്ണൂരിലെത്തിയ സംഘം കൽപ്പറ്റ DYSPയുമായി കൂടിക്കാഴ്ച നടത്തി. VV വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കോടതി ഇടപെടലിന് പിന്നാലെ CBI എത്തുന്നു. എത്രത്തോളം നിർണായകമാണ് അന്വേഷണം? വിനോദ്. പാർവതി, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രത്തിന്റെ തീരുമാനമുണ്ടായത്. ഈ CBI അന്വേഷണത്തിൽ വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ഇതിന് പിന്നാലെ CBI സംഘം കണ്ണൂരേക്ക് എത്തിയിരുന്നു. ഇന്ന് പൂക്കോട് വെറ്ററിനറി കോളേജിൽ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയേക്കും. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള DYSPയുമായി, കൽപ്പറ്റ DYSPയുമായി കഴിഞ്ഞ ദിവസം തന്നെ ഈ അന്വേഷണ സംഘം ആശയവിനിമയം നടത്തിയിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന കേസാണ്. അതായത് CBI അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിട്ടും പിന്നീട് അതിന്റെ നടപടി ക്രമങ്ങൾ, അതായത് പെർഫോമ ഉൾപ്പെടെയുള്ളവ കൈമാറേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത്. മാത്രവുമല്ല, കൊച്ചിയിലെ CBI യൂണിറ്റിലേക്കാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഫയൽ പോയത്. അങ്ങനെ കൊച്ചിയിലെ CBI യൂണിറ്റിന് ഇതുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ആ നിലയ്ക്ക് പിന്നീട് കുടുംബത്തിന്റെ ആരോപണം ഉയർന്നു വന്നു. സിദ്ധാർത്ഥിന്റെ പിതാവ് തന്നെ ആരോപിച്ചത് സംസ്ഥാന സർക്കാർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇതിലെ പെൺകുട്ടി, ഇതിൽ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് ആരോപണ വിധേയയായി എത്തിയ പെൺകുട്ടിയെ ഉൾപ്പെടെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം. ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുന്നു. VCക്കെതിരെയുള്ള ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ അതിശക്തമായി നിൽക്കുമ്പോഴാണ് CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഇതിന്റെ നടപടിക്രമങ്ങളിലെ വീഴ്ച അത് ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിലെ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ തന്നെ 3 പേരെ സസ്പെൻഡ് ചെയ്യുന്ന ായിരുന്നാലും ഇപ്പോൾ CBI അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി കൂടി സിദ്ധാർത്ഥിന്റെ മരണം മാറിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പാളിച്ച ഉണ്ടായി എന്ന ആരോപണം ഇതും തിരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. പാർവതി. ശരി,
സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ CBI സംഘം ഇന്ന് വയനാട്ടിലെത്തിയേക്കും. വിവരങ്ങൾ നൽകിയത് VV വിനോദ്. CBI അന്വേഷണത്തിലൂടെ സിദ്ധാർത്ഥിന്റെ മുഴുവൻ കൊലയാളികളും പിടിയിലാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പിതാവ് ജയപ്രകാശ്. സംസ്ഥാന പോലീസ് അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നു. പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാകില്ലെന്നായിരുന്നു എന്നും ജയപ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കാര്യങ്ങൾ CBI അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നു. CBI അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. സിദ്ധാർത്ഥിന്റെ പിതാവ് ശ്രീ ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. ഒരു നിയമ പോരാട്ടം തന്നെ വേണ്ടി വന്നു ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നതിന്. ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസം തോന്നുന്നു. അത് ബഹുമാനപ്പെട്ട കോടതിയും ഇതിലിടപെട്ടു. അതോടെ CBI സംഘവും എത്തിയെന്നറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നീക്കം തന്നെയാണത്. അല്ലെങ്കിൽ കേരള സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിവിന്റെ പരമാവധി അട്ടിമറിക്കാനും മൂടി വയ്ക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. ഞാനും അതുപോലെ ഫൈറ്റ് ചെയ്തു. ഞാനൊന്നും പറയാൻ പറ്റില്ല, ഞാനും കുടുംബം പറയാൻ പറ്റില്ല. എന്റെ കൂടെ കേരളം മൊത്തം ഉണ്ടായിരുന്നു. അതിൽ ഈ പറയും പോലെ പ്രതിപക്ഷ പാർട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അല്ലാതെ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് തന്നെ അവിടുത്തെ നേതാക്കന്മാരും പിന്നെ കേരളം മൊത്തം ചാനൽ പാർട്ടി എല്ലാം ഉണ്ടായിരുന്നു. അല്ലെ ഞാൻ മാത്രം നിന്ന് ചെയ്താൽ വിജയിക്കുന്ന കാര്യമല്ല ഇത്. അങ്ങനെ കൂടെ നിന്നപ്പോഴേ ശരിക്കും വിജയം നമ്മളെ കുടുംബത്തിൽ കൂടെ നിന്നു. അവർ മാക്സിമം ശ്രമിച്ചു ഓരോ ആൾക്കാരെ രക്ഷിക്കാനായിട്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരാൾക്കാരെ രക്ഷിച്ചേ പറ്റുള്ളൂ, SFIക്കാരെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഞാനും അതിന്റെ കൂടെ നിന്നപ്പോഴേ അവസാനം ബഹുമാനപ്പെട്ട കോടതി വരെ ഇടപെടേണ്ടി വന്നു. അവസാനം ഇടപെട്ട് ഇപ്പൊ CBI എത്തിയെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വിശ്വാസമുണ്ട്. സത്യം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എനിക്ക് അത് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ വാദങ്ങളെ കോടതി കൂടി അംഗീകരിക്കുന്ന ഒരു നിലയുണ്ടായി. അതെ, തീർച്ചയായും. അത് ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം. അതും അവർ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കോടതിക്ക് വരെ ആശങ്ക കാണുമായിരിക്കും. ഇത് തെളിവുകൾ നശിച്ചു പോകരുത്, ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇത് അംഗീകരിച്ചത്. അത് നമ്മൾ അതിന്റെ നീതിക്ക് വേണ്ടി ന്യായമായിട്ടാണ് പോയത്. അല്ല യാതൊരു രീതിയിലുള്ള തെറ്റായ വഴി കൂടെയോ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തോ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. സംസ്ഥാന സർക്കാർ 9-ാം തീയതി തീരുമാനമെടുക്കുന്നു. പിന്നെയും ഏതാണ്ട് 20 ദിവസത്തിനടുത്തോളം 10-18 ദിവസം ഇങ്ങനെ നീണ്ടുപോകുന്നൊരു സാഹചര്യം. അവിടെ തന്നെ ചില ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, അങ്ങനെയുള്ള നടപടികൾ. അതിനപ്പുറത്തേക്ക് ഇതിലൊരു ഇടപെടൽ ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതിനപ്പുറത്തേക്ക് ഉന്നതങ്ങളിൽ ഇല്ലെങ്കിൽ ഈ സാധനം അവർ ഇട്ടിങ്ങനെ തട്ടിക്കളിക്കില്ലല്ലോ. ഉന്നതങ്ങളിൽ തന്നെ ഇടപാടുണ്ട്. അല്ലെങ്കിൽ അവസാനം കൊണ്ടുള്ള ഈ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ട് എന്നാ ചെയ്യണം? പാവം. ചിലപ്പോൾ ആ ജീവനക്കാർക്ക് എന്തെന്നും അറിയില്ലായിരിക്കും. അതെന്താണ് കാര്യം, അതിലെന്താണുള്ളത്, അതിന്റെ സീരിയസ്നെസ് അത് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടത് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റാണ് പറയേണ്ടത്. അത് വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കണം ഈ പേപ്പർ അവിടെ പോയി, അല്ലെങ്കിൽ ഇത് എത്ര സീരിയസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആഭ്യന്തര മന്ത്രി ചോദിക്കണം. അത് ഇത്രയും വളരെ സെൻസേഷൻ ആയിട്ടുള്ള കേസാണ്. ആഭ്യന്തര മന്ത്രിക്ക് ചോദിക്കാമല്ലോ ഈ പേപ്പർ കൊടുത്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ. ഓക്കെ, അദ്ദേഹത്തിന് ഭരണത്തിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടല്ലോ 150 ഉപദേശികൾ, അവർക്കെങ്കിലും പറയാമല്ലോ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതൊരിക്കലും പോയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നടന്നത്? അപ്പൊ അവർക്ക് പറ്റിയ ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ല ഇത്. അതിൽ നടന്ന ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചന. ഇതെങ്ങനെയെങ്കിലും കേസ് പുറത്തു കൊണ്ടുവരരുത്, അല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരരുത്. കഴിയുന്നതും ഇലക്ഷൻ വരെയെങ്കിലും മൂടിക്കൊണ്ടു പോകണം. അത് കുടുംബത്തിനെയും മീഡിയാസിനെയും അല്ലെ എല്ലാവരെയും പൊടിയിട്ട് കൊണ്ടുപോകണം. അതാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോ നടന്നില്ല. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ചില നടപടികളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ CBI അന്വേഷണം വരുമ്പോൾ ഇതിലെ യഥാർത്ഥ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടും, അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ CBIക്ക് പോവേണ്ട കാര്യം എന്തോന്നാ? നമ്മള് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അന്വേഷിച്ച പോലീസ് അന്വേഷിച്ച് അതിനവർ നാശമാക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസമില്ലാതെ നമ്മൾ CBIക്ക് പോകുന്നത്. ഈ ബഹുമാനപ്പെട്ട ഗവർണറിന് ഇടപെടുണ്ടായി. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പാരലായിട്ട് പോകുന്നുണ്ട്. ഈ 2 അന്വേഷണം പോകുന്നതുകൊണ്ട് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു അത് സത്യം തന്നെ കൊണ്ടുവരും. തീർച്ചയായും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായതാണ്, കുടുംബത്തിന്റെ വേദനയാണ്. അവിടെ ഇപ്പോൾ CBI അന്വേഷണം വരുമ്പോൾ ഈ കുടുംബം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എല്ലാ പ്രതികളും ഇതിൽ ശിക്ഷിക്കപ്പെടുമെന്ന്. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.